സത്യം പറയട്ടെ, അടുത്ത വർഷവും നിങ്ങൾ ഇതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കാനാണ് 90% സാധ്യത. 2025 അവസാനിക്കാറായി. നിങ്ങൾ ഇപ്പോഴത്തെ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ 2026ലും വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. 2026ലേക്ക് കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേയുള്ളൂ. ഒരു പുതിയ കലണ്ടർ വാങ്ങിയതുകൊണ്ടോ ജനുവരി 1-ാം തീയതി സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ടോ നിങ്ങളുടെ ജീവിതം മാറില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റാൻ സഹായിക്കുന്ന 10 സത്യങ്ങൾ നമുക്ക് നോക്കാം. 1. നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ഡ്രസ്സിടുന്നു എന്ന് നോക്കി നാട്ടുകാർ നിൽക്കുകയാണെന്ന്. സത്യം പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ ബാങ്ക് ബാലൻസും കുടുംബ പ്രശ്നങ്ങളും തീർക്കാനുള്ള ഓട്ടത്തിലാണ്. പഠനങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് അവരവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ പോലും സമയമില്ല എന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ജീവിക്കുന്നത് ഇന്നത്തോടെ നിർത്തുക. 2. വെറുതെ പണിയെടുത്താൽ പണക്കാരനാകില്ല. കഠിനാധ്വാനം ചെയ്താൽ മാത്രം വിജയിക്കുമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ നിർമ്മാണ തൊഴിലാളികളായേനെ. വേണ്ടത് ഹാർഡ്വർക്കല്ല, കൃത്യമായ സ്ട്രാറ്റജിയാണ്. പ്ലാനിംഗ് ഇല്ലാത്ത അധ്വാനം വെറും എനർജി പാഴാക്കൽ മാത്രമാണ്. രാപകൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന എല്ലാവരും പണക്കാരാകുന്നുണ്ടോ? ഇല്ല. ഹാർഡ്വർക്ക് ഒരു ട്രാപ്പാണ്. ബുദ്ധിപരമായി നീങ്ങാത്ത ഏത് അധ്വാനവും വെറും കൂലിപ്പണി മാത്രമാണ്. 2026ൽ പണിയെടുക്കാനല്ല, പ്ലാൻ ചെയ്യാൻ പഠിക്കൂ. 3. സമയം നിങ്ങളെ കാത്തുനിൽക്കില്ല. നഷ്ടപ്പെട്ട പണം നമുക്ക് അധ്വാനിച്ചാൽ തിരിച്ചുപിടിക്കാം. പക്ഷെ പോയ ഒരു സെക്കൻഡ് പോലും തിരിച്ചുകിട്ടില്ല. സത്യത്തിൽ നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് 1 വർഷം കൂടി തീരാൻ പോകുന്നു. നഷ്ടപ്പെട്ട പണം നാളെ ഉണ്ടാക്കാം, പക്ഷേ പോയ സമയം ഇനി ദൈവത്തിനു പോലും തിരിച്ചുതരാൻ കഴിയില്ല. 4. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങൾ തന്നെയാണ്. എന്റെ ഭാഗ്യം ശരിയല്ല, വീട്ടുകാർ സമ്മതിച്ചില്ല. എന്റെ അച്ഛൻ കാരണം എന്റെ ഭാഗ്യം മോശമായി. ഈ ന്യായങ്ങൾ പറഞ്ഞ് എത്ര കാലം ഇരിക്കും? നിങ്ങളുടെ ജീവിതം ഇന്നിങ്ങനെയിരിക്കാൻ 100% ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. അന്ന് മാത്രമേ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയൂ. 5. ലോകത്തെ തൃപ്തിപ്പെടുത്താൻ നോക്കരുത്. നിങ്ങൾ എന്തു ചെയ്താലും കുറ്റം പറയാൻ ഒരു കൂട്ടം ആളുകളുണ്ടാകും. പണമുണ്ടാക്കിയാൽ അഹങ്കാരി എന്നും ദരിദ്രനായാൽ മടിയൻ എന്നും അവർ വിളിക്കും. ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്നത് നിർത്തുക. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് നോക്കി ജീവിക്കുന്നത് നിർത്തിയാൽ പകുതി ടെൻഷൻ തീരും. 6. മടുക്കുമ്പോൾ നിർത്തുന്നതാണ് നിങ്ങളുടെ പരാജയം. പലരും പരാജയപ്പെടുന്നത് കഴിവ് കുറവുകൊണ്ടല്ല, മറിച്ച് ആ കാര്യം ബോറടിച്ചു തുടങ്ങുമ്പോൾ അവർ അത് ഉപേക്ഷിക്കുന്നതുകൊണ്ടാണ്. നെറ്റ്ഫ്ലിക്സും ജെ.കെ. റൗളിംഗുമൊക്കെ 100 വട്ടം പരാജയപ്പെട്ടിട്ടും മുന്നോട്ടു പോയതുകൊണ്ടാണ് ഇന്ന് ചരിത്രമായത്. ജിമ്മിൽ പോയി തുടങ്ങും, 3 ദിവസം കഴിയുമ്പോൾ ബോറടിക്കും, നിർത്തും. ഒരു ബിസിനസ് തുടങ്ങും, ലാഭം കിട്ടിത്തുടങ്ങാൻ വൈകുമ്പോൾ നിർത്തും. വിജയിച്ചവർക്ക് ഇതൊന്നും ബോറടിക്കാത്തതുകൊണ്ടല്ല, ആ മടുപ്പിനെ അതിജീവിച്ച് മുന്നോട്ടു പോയതുകൊണ്ടാണ് അവർ അവിടെ എത്തിയത്. 7. നിങ്ങളുടെ ഫോൺ നിങ്ങളെ തിന്നുകയാണ്. ബെഡിൽ കിടന്ന് മണിക്കൂറുകളോളം റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് നിങ്ങളുടെ മസ്തിഷ്കത്തെ നശിപ്പിക്കുകയാണ്. കംഫർട്ട് സോൺ ഒരു ജയിലാണ്. അവിടെ കിടന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. 8. ടാലന്റ് അല്ല, അച്ചടക്കമാണ് എല്ലാം. ഡിസിപ്ലിൻ ഈസ് കിങ്. സച്ചിനായാലും മെസ്സിയായാലും അവർക്ക് കഴിവുണ്ടായിരുന്നു. പക്ഷേ അവരെ ഉയരങ്ങളിലെത്തിച്ചത് അവരുടെ കഠിനമായ ഡിസിപ്ലിനാണ്. കഴിവുള്ള മടിയന്മാരെക്കാൾ എപ്പോഴും വിജയിക്കുക കഴിവ് കുറഞ്ഞ അച്ചടക്കമുള്ളവരായിരിക്കും. ഭയങ്കര കഴിവുള്ള എത്രയോ ആളുകൾ ഇന്ന് പണിയില്ലാതെയിരിക്കുന്നു. കാരണം അവർക്ക് ഡിസിപ്ലിൻ ഇല്ല. ദിവസവും പണിയെടുക്കാൻ തയ്യാറുള്ള ഒരു സാധാരണക്കാരൻ ഈ ലോകത്തെ സകല പ്രതിഭകളെയും തോൽപ്പിക്കും. 9. സക്സസ് ഈസ് ബോറിംഗ്. സിനിമയിൽ കാണുന്നതുപോലെ മോട്ടിവേഷൻ മ്യൂസിക് ഇട്ട് മാസെൻട്രിയൊന്നുമല്ല വിജയം. എല്ലാ ദിവസവും ഒരേ ബോറൻ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുന്നത്, പഠിക്കുന്നത്, ജോലി ചെയ്യുന്നത്, ആവർത്തിച്ചു ചെയ്യുന്നതാണ് വിജയം. ആ ബോറടി സഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ? വിജയം എന്നാൽ എപ്പോഴും ആഘോഷങ്ങളല്ല. വൃത്തിയായി ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, പണം ലാഭിക്കുക തുടങ്ങിയ ഒരേ കാര്യങ്ങൾ ദിവസവും മടുപ്പില്ലാതെ ആവർത്തിക്കുന്നതാണ് യഥാർത്ഥ വിജയം. 10. 2026 ഒരു മാന്ത്രിക മാറ്റവും കൊണ്ടുവരില്ല. 31-ാം തീയതി രാത്രി 12 മണിക്ക് പടക്കം പൊട്ടുമ്പോൾ നിങ്ങളുടെ ശീലങ്ങൾ മാറില്ല. ഈ നിമിഷം നിങ്ങൾ എന്താണോ അതുതന്നെയാണ് ജനുവരി 1-ലും. വർഷം മാറുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ശീലങ്ങൾ മാറില്ല. നിങ്ങളിപ്പോൾ മടിയനാണെങ്കിൽ ജനുവരി 1-ലും മടിയനായിരിക്കും. മാറ്റം നിങ്ങളിൽ നിന്ന് തുടങ്ങണം. അതുകൊണ്ട് ഒരു ഡേറ്റിനു വേണ്ടി കാത്തുനിൽക്കാതെ ഇപ്പോഴേ തുടങ്ങുക. ഈ സത്യങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്താനല്ല, മറിച്ച് ഉണർത്താനാണ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ ഇന്ന് തന്നെ ഒരു മാറ്റം തുടങ്ങുക. 2026ലും നിങ്ങൾ ഇതേ അവസ്ഥയിൽ തുടരണോ അതോ ഒരു പുതിയ മനുഷ്യനായി മാറണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ കമന്റിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക.
നമുക്ക് ഒന്നിച്ച് ഈ മാറ്റം തുടങ്ങാം.